100-300 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിലും ഉണ്ട്, ചെറിയ പടത്തിലും വലിയ പടത്തിലെല്ലാം ഉണ്ട്. എല്ലാം ഞാനിപ്പോൾ ഈ ലിസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എല്ലാം ഒരുപാട് ഹിറ്റ് പടങ്ങളാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് എന്താ ചെയ്ത വേഷം ഓർമ്മയുണ്ടോ, ആ ഡയലോഗ് ഓർമ്മയുണ്ടോ, ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. അമർ അക്ബർ ആൻ്റണി, അതിനകത്ത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് ചെയ്ത വേഷം എന്തായിരിക്കും? അത് ആ പിസയുടെ പിസ നടത്തുന്ന ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു, എടേ ഡിഗ്രിയൊക്കെ പഠിച്ച ഒരുപാട് ആളുകൾ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്, നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട. പിന്നെ നിന്നെക്കുറിച്ചൊരു പരാതിയുണ്ട്, നീ കൊണ്ടുപോകുന്ന പിസയിൽ ഒരെണ്ണം കുറവാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മര്യാദക്ക് ജോലി ചെയ്താൽ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ ശമ്പളം കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കത്രി ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അതൊക്കെ ഇത്രയും നാൾ മുമ്പ് പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? എങ്ങനെ പഠിക്കുന്നത്? അവിടെ വെച്ച് എഴുതി തരുന്നത് പഠിക്കുന്നു. അന്നേരം നോക്കി പഠിക്കും, മനസ്സിലാക്കി കയറ്റുക അല്ലേ? തെറ്റാറുണ്ടോ സാധാരണ? അങ്ങനെ തെറ്റാറില്ല. ഇല്ല, ലൈവ് ഫീൽ ചെയ്തങ്ങ് പറയുവാണ് ഒരാൾ പറയുന്നതല്ലേ. എങ്ങനെയാണ് ഡയലോഗ് പഠിക്കുന്ന മെത്തേഡ്? എങ്ങനെയാണ്? മറ്റുള്ളവരുടെ ഡയലോഗ് എന്താണ് നമ്മളോട് ചോദിക്കണമെന്ന് ആദ്യം വായിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മറുപടി. എങ്കിലല്ലേ അതിൻ്റെ ടോൺ അതിനോട്. ഡയലോഗ് മാറ്റാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, മാറ്റാൻ നമ്മുടെ രീതിയിലേക്ക് മാറ്റാറുണ്ടോ? ഇല്ല. അല്ല, ഇക്ക വളർന്നൊക്കെ കൊച്ചിയിലാണ്, വൈപ്പിൻ പ്രദേശത്താണല്ലോ, അപ്പോൾ അതിൻ്റെ സ്ലാങ് ഉണ്ട്. അല്ല, ആ സ്ലാങ് വരുമ്പോൾ അത് പാടില്ല. ഡബ് ചെയ്യുമ്പോഴൊക്കെ ചില ഡയറക്ടേഴ്സ് കൺസോളിലിരുന്ന് പറയും, ഇച്ചിരി ഇടവനക്കാട് വന്നുണ്ട്, അങ്ങനെ പറയും, മാറ്റിക്കോ, നേരെ. അങ്ങനെ വിഷമിപ്പിച്ച ഡയലോഗ് ഓർമ്മയുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു പടം നടക്കുവാണ്, തിരുവനന്തപുരത്തുകാരുടെ കഥ പറയുമ്പോൾ അങ്ങനെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല, അത് അതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്കിലും ആ ഇടവനക്കാടുകാരൻ കയറി വരും ഇടയ്ക്ക് കയറി ഡബ് ചെയ്യുമ്പോഴാണ് വരുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ, അതിനകത്ത് ചെയ്ത വേഷം ഓർക്കണം. കട്ടപ്പനയിൽ തന്നെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഞാനും കോട്ടയം നസീറും കൂടെ ഒരു കോറിഡോറിൽ കൂടെ നടന്നു വരുന്നു. അപ്പോൾ മറ്റേത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞാണ്, എന്തെങ്കിലും വരാൻ ആ ഡയലോഗ് ഇല്ലായിരുന്നു അതിൽ. ശരിക്കും ഞാൻ പറഞ്ഞ പല ആളുകളും വന്ന് ഷൂട്ടിങ് ചോദിച്ചാണ്, സാധാരണ നമ്മൾ കൊടുക്കാറില്ല, ഇപ്പം നിങ്ങൾ വന്ന് വളരെ കാര്യമായിട്ട് ചോദിച്ചുകൊണ്ടാണ് തരുന്നതെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കയറിയിട്ട് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ നിൽക്കുന്നത് ഇന്ന ഡയറക്ടറാണ്, അദ്ദേഹം ഒരു സിനിമ എടുക്കുകയാണ്, ആ സിനിമയുടെ ലൊക്കേഷൻ ഇവിടെ വെച്ചാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതുകൂടാതെ മറ്റൊരു സന്തോഷ വാർത്ത, നിങ്ങളിൽ മിടുക്കന്മാരായ ചില കുട്ടികളെ അദ്ദേഹം ഇവിടെ നിന്നും തിരഞ്ഞെടുക്കും. അല്ല, ഇപ്പോൾ പോലും എന്ത് ലൈവായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ നോക്കിയിട്ട് ഓരോരുത്തർ അതിൽ ഇവനെ എടുക്കുന്നത്. ഇത്രയും നാളുള്ള സാധനം പോലും ഒരു വാക്ക്. ഒരു പരീക്ഷ ഹാളുണ്ടല്ലോ, പരീക്ഷ ഹാളിൽ ഇരുന്നപ്പോഴേ ഈ ധർമ്മജ പറയുന്നിട്ടല്ലോ, സൈലൻസ്, മനുഷ്യനത് കോപ്പി അടിക്കാൻ പോലും സംഭവിക്കില്ല. അത് കഴിയുമ്പോഴാണല്ലോ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഇവൻ്റെ അടുത്ത് ചെന്നിട്ടാണ് കടലാസ് എടുത്തിട്ട്, ആഹാ, കണക്ക് പരീക്ഷയ്ക്ക് വൃക്കയുടെ പടം, അത് ചിരി കണ്ടെത്തി, നിനക്ക് വേറെ ഏതെങ്കിലും ഈ പഠിത്തം അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയി ഒരു നല്ല രീതിയിലായിക്കൂടെ? ഏതായാലും പഠിക്കുകയില്ല, ഒരു 100% വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സ്കൂളാണ്, അതിനൊരു അപമാനമാണ് നീന്ന്. അത് കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കുമല്ലോ, അവിടെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇവൻ്റെ റോള് കട്ടാവുമ്പോൾ ഇവൻ എൻ്റെ സ്കൂളിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ പ്ലേറ്റ് മാറ്റുകയാണ്. ഈ റൺവേയിലെ സംഭവം ഓർമ്മയുണ്ടോ? ശരിക്കും അത് റൺവേയിൽ കലാശാല ബാബുവിൻ്റെ അനുജൻ, അതിലങ്ങനെ അധികം ഡയലോഗായിട്ട് ഒന്നുമില്ല. എൻ്റെ ചേട്ടായി വിശ്വസിക്കരുത്, ഇവനായിരിക്കും അല്ല ലോറി മറിച്ചിരിക്കുന്ന ഓണ പറയണമെന്ന് അങ്ങനെ പറയുന്നതും ചേട്ടായിയുടെ കൂടെ നിൽക്കുന്നതും അത്രേ ഉള്ളൂ. സ്പിരിറ്റ് പിടിക്കാൻ പോണതും. സാൽട്ടാൻ പേപ്പറിനകത്തോ? അത് മറ്റേ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഓർമ്മയുണ്ടോ? അത് ഇവൻ വന്നിട്ട് മറ്റേ ബിജു, മുൻഷി ബൈജു എന്നിട്ട് പറയുമല്ലോ ഇങ്ങനെ, അതെ മറ്റേ ഒന്ന് പൊടാവണമെന്ന് വന്ന് പറയും, ഒഴിക്കാൻ പറയുമ്പോൾ അവിടെ ആ കുറ്റിയൊക്കെ എടുത്ത് നേരെ വെച്ചിട്ട് ഇയാൾ പോയാൽ മതി എന്ന് പറയല്ല, അവിടെ ഡ്രൈവ് ചെയ്തിട്ട് ആ കുറ്റിയൊക്കെ താഴെ വീഴുമ്പോൾ എന്നിട്ട് ആണ് ഇവൻ വന്നിട്ട് എൻ്റെ സാറേ പോലെ തന്നെ പുഴ. 7 സുന്ദര രാത്രികൾ, അതിനകത്ത് വല്ല ഓർമ്മയുണ്ടോ? അതിൽ ഓർമ്മയുണ്ടെന്ന് പറയണ ഒരു ഫ്ലാറ്റിലേക്ക് ഞാൻ കടന്നു വരുന്നു, അത് കഴിഞ്ഞിട്ട് അലക്സില്ല എന്ന് ചോദിക്കും. ഇല്ല അലക്സില്ല. അല്ല, ഞാൻ അലക്സിനെ കാണാനാണ് വന്നത്, ഞാൻ നമ്മളുടെ ഈ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ്റെ മീറ്റിംഗാണ്, അപ്പോൾ ഞാൻ അലക്സിനെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അലക്സെ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ്റെ മീറ്റിംഗാണ്, അലക്സിൻ്റെ ഭാര്യ നന്നായിട്ട് പാട്ട് പാടുമെന്ന് തോന്നണം, അപ്പോൾ ഒരു പാട്ട് ആ മീറ്റിങ്ങിൽ പാടാനായിട്ട് അലക്സ് ഒന്ന് നിർബന്ധിക്കണം പ്ലീസ്.
എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത് മതി. അല്ല ഇതൊക്കെ എങ്ങനെ ഇത്രയും പടങ്ങൾ 100 പടങ്ങൾ ചെയ്ത ഒരാൾക്ക് ഇത് എങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്നു? വേറെ എന്താ ഓർക്കാൻ? അല്ല പിന്നെ ഇത് റിപ്പീറ്റ് പടം TV വരുമ്പോൾ കാണാറുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. കാണാറില്ല. ഞാൻ സാധാരണ ന്യൂസാണ് സാറിന് കാണുക. പടം കാണുന്ന നേരത്ത് പകൽ ഞാൻ TV കാണാറേ ഇല്ല. തിയേറ്ററിൽ പോയി സ്വന്തം പടങ്ങൾ കാണാറുണ്ടോ? എല്ലാ പടങ്ങളും? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. ചെറിയ വേഷമാണെങ്കിൽ പോലും ഇല്ല. ഏത് പടമാണെങ്കിലും നല്ല പടമാണെന്ന് അറിയുമ്പോൾ ഫാമിലിയായിട്ട് പോയി കാണും. സ്വന്തം പടമാണെങ്കിലും കാണത്തില്ല? ഇല്ല. ചെറിയ സിനിമ വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭ്യമ കണ്ടല്ലോ, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചില തട്ടിക്കൂട്ട് പടം ഉണ്ടല്ലോ, വരുമ്പോഴേ നമുക്ക് അറിയാമല്ലോ ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുമല്ലോ. അത് ദൂരം പടമുണ്ട് അങ്ങനെ. പൂർത്തിയാക്കൂല, പൂർത്തിയായി റിലീസ് ചെയ്യാൻ പറ്റാണ്ട് വരണം. റിലീസ് ചെയ്താൽ ഓടാൻ ബുദ്ധിമുട്ട് വരണം. അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭാവി നമ്മൾ നോക്കത്തില്ല, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അവരുടെ ചുമതലയല്ലേ, കാരണം പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കേണ്ട കാര്യം. അഭിനയിച്ച് ഇവിടെ ഇറങ്ങാറുണ്ടോ എന്ന് പിന്നെ അന്വേഷിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ നോക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അഭിനയിച്ചത് മോശമാണെന്ന് അറിയുമ്പോൾ നമുക്കും ദുഃഖമാണത്. കാരണം നമുക്ക് തന്ന പ്രൊഡ്യൂസറിലെ പൈസ പോയിരുന്ന പൈസ പറഞ്ഞിട്ടാണോ ഒരു പടത്തിലേക്ക് എൻട്രി? അങ്ങനെയില്ല, അവർ തന്നെ സാധാരണ പറയൂ. അവരുടെ ബഡ്ജറ്റ് ഞാൻ അങ്ങോട്ട് ചോദിക്കും, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, അങ്ങനെ ചോദിക്കും. പറയൂ എന്ന് പറയും. വളരെ പരിചയമുള്ളവരാണെങ്കിൽ എന്നോട് ചോദിക്കാമല്ലോ. ചോദിക്കുമ്പോൾ തന്നെ അവരെപ്പോഴും ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എനിക്ക് മാന്യമായ റെമ്യൂണറേഷൻ തരാറുണ്ടല്ലോ, പിന്നെ ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ എന്ന് പറയും. ചില തട്ടിക്കൂട്ട് പടത്തിൽ നമുക്ക് റെമ്യൂണറേഷന് വേണ്ടി മാത്രമാണ് അഭിനയിക്കുന്നത്. അതെ അല്ലേ, അത് ചിലപ്പോൾ പറയും എത്ര ദിവസമാണ് എത്ര രൂപയെന്ന് ചോദിക്കും, പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ. ഈ മന്ത്രിവേഷമൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ആവർത്തനം വരച്ച് തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത് തന്നെയാണല്ലോ വീണ്ടും എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും? അല്ലാതെ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട, നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ അല്ലല്ലോ, അതല്ലേ പറയാൻ വന്നേ ഉള്ളൂ. കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്യും. എന്തായാലും ഈ രണ്ട് നടന്മാർ ഇപ്പോഴും എത്രയോ വർഷമായിട്ട് നെടുന്നുകൊണ്ടായിട്ട് നിൽക്കുകയാണ്. മമ്മൂക്കയും മോഹൻലാൽ മലയാള ഇൻഡസ്ട്രിയുടെ എല്ലാമാണ്. ഒരു അത്ഭുതം തോന്നില്ലേ ഒരു രണ്ട് പ്രതിഭാസങ്ങൾ? അവരുടെ കൃത്യനിഷ്ഠ, അടുക്കും ചിട്ട, ആ ജോലിയോടുള്ള പ്രതിബദ്ധത, അതാണ് അതിൻ്റെ പ്രധാന കാര്യം. എങ്കിലും പല വിമർശനങ്ങളും അവർക്ക് നേരെ ഉണ്ട്. ഇത്രയും പ്രായമായില്ലയോ, മരഞ്ചെറ്റി പ്രേം നിർത്തിക്കൂടെ, വീട്ടിൽ ഇരുന്നൂടെ എന്നൊക്കെ പറയുന്നു. പിന്നെ കാണുന്ന ആളുകളല്ലേ തീരുമാനിക്കേണ്ടത്. സിനിമ പോലും കാണാത്ത ആളുകളാണ് ഈ വിമർശനം നടത്തുന്നത്. ഇവർ ആശ്രയിക്കുന്നത് സിനിമ കാണുന്നൊരു സൊസൈറ്റി ഉണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയാണ് സിനിമ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പലതിലും ക്രൈമും വയലൻസും ഒക്കെ വരുന്നത്. അവർക്കത് ആഗ്രഹമുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഇവിടെ പ്രസക്തി അല്ല ഞാൻ പറയുന്നത്. ഈ അഭിപ്രായം പറയുന്ന ആളുകൾ ഇത് കാണുകയോ ഒന്നുമില്ല. മോഹൻലാൽ വിഗ് വെക്കുന്നതിന് പരാതി, സുകുമാർ അഴീക്കോട് പരാതി പറഞ്ഞു. സുകുമാർ അഴീക്കോട് സിനിമ പോലും കാണാറില്ല. ഒരു മേഖലയിൽ ഒരാൾ ഉയർന്നു പോകുമ്പോൾ വേറൊരു മേഖലയിലുള്ള ഒരു ഉയർന്നവന് ഒരു സ്വാഭാവികമായ അസൂയ ഉണ്ടാവും. അത് തന്നെയാണ് എനിക്കന്ന് തോന്നിയിട്ടുള്ളത്. വിഗ് വെക്കാതിരുന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അല്ലേ? അത് അവരുടെ ആ ഒരു അത് എൻ്റെ ഒരു വേഷപ്പകർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സംവിധാനം ചെയ്യുന്നു. സാഹിത്യത്തിന് ഒരു കാലത്ത് വലിയ ആളുകളിൽ സ്വാധീനം ഉണ്ടായിരുന്നു. അത് വിട്ടിട്ട് ആളുകൾ സിനിമയിലേക്ക് പോകുമ്പോൾ സാഹിത്യകാരന്മാർക്ക് അതിൻ്റേതായ ഒരു അസൂയയും അല്ലെങ്കിൽ ഒരു വിഷമവും ഉണ്ടാകും. ആ വിഷമമാണ് സാർ അന്ന് പ്രകടിപ്പിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിഗിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരാൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സിദ്ദിഖയുടെ വിഗ് ഭയങ്കര ഫേമസ്, ഏത് വെച്ചാലും പെർഫെക്റ്റ് തോന്നിയിട്ടുണ്ടോ? അത് കാരണമാണ് ഇപ്പോൾ വെക്കാത്തത്. ഇപ്പോൾ പലതിനും വിഗ് വെക്കാണ്ടല്ലേ അഭിനയിക്കുന്നത്. അതെന്താ അങ്ങനെ ശരിക്കും തോന്നിയിട്ടില്ലേ? ഉണ്ട്, അത് ഉണ്ട്. നമുക്ക് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യും. അത് പല ആളുകൾക്കും ഇപ്പോൾ ആരൊക്കെ വിഗ് വെക്കുന്നത് നമ്മളിവിടെ പറയുന്നത് ഒട്ടുമിക്ക വിഗാണല്ലോ, ഉണ്ടാവണമല്ലോ. വേഷപ്പകർച്ചയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് തമിഴ് സിനിമയിൽ നല്ല മുടിയുള്ള ശിവാജി ഗണേശനും MGR പോലും വിഗിലല്ലേ അഭിനയിക്കുന്നത്. അത് അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് ആ മുഖം കിട്ടണം എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഡയറക്ടർ തീരുമാനിക്കുന്നതല്ല, ആക്ടർ തീരുമാനിക്കുന്നതല്ല അത്.